കഴിഞ്ഞ ദിവസം ബസൂക്ക റിലീസാകുന്നതിന് തൊട്ടുമുമ്പ് മമ്മൂട്ടി തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: പ്രിയമുള്ളവരെ, വീണ്ടും ഒരു നവാഗത സംവിധായകനോടൊപ്പം ഞാൻ എത്തുകയാണ്, ഡിനോ ഡെന്നിസ്. അദ്ദേഹം തന്നെയാണ് കഥയും തിരക്കഥയും. ഏപ്രിൽ 10 നാളെ ബസൂക്ക തിയേറ്ററുകളിലെത്തും. ഗെയിമിംഗ് പ്രമേയമായതും വളരെ പുതുമ തോന്നിയതുമായ കഥ ആദ്യ കേൾവിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് സിനിമയായി പരിണമിച്ചു. ഇനി നിങ്ങൾക്കാണ് ഇഷ്ടപ്പെടേണ്ടത്. എപ്പോഴും പറയാറുള്ളത് പോലെ പുതിയ ഓരോ സംവിധായകർക്കും പുതിയതെന്തോ പറയാനുണ്ടാകും. അതിനൊപ്പം ഞാനും നിങ്ങളും നമ്മളും. സ്നേഹപൂർവ്വം മമ്മൂട്ടി. സാധാരണ ഒരു സിനിമയ്ക്ക് മുമ്പ് മമ്മൂട്ടി ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറില്ല. കാരണം പ്രമോഷനുകളിൽ സജീവമായി അദ്ദേഹം ഉണ്ടാകും. ഇത് ആദ്യമായാണ് ആരോഗ്യസ്ഥിതിയിൽ അദ്ദേഹം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നതും. ഓരോ മമ്മൂട്ടി ആരാധകനെയും സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ആ പോസ്റ്റ് വായിച്ചപ്പോൾ പെട്ടെന്ന് ഇമോഷണലായി പോയി. സിനിമ റിലീസിന് മുമ്പ് നിരന്തരം പ്രമോഷനുകളുമായി ചാനലുകളിൽ നിറസാന്നിധ്യമാകാറുള്ള പുള്ളിയുടെ അസാന്നിധ്യം തന്നെയാണ് അതിന് കാരണം. എത്ര കൊല്ലങ്ങളായി നിങ്ങളെ ഞങ്ങൾ കാണുന്നു. ഓർമ്മ വെച്ച കാലം മുതൽ ഇടനെഞ്ചിൽ കയറിക്കൂടിയതാണ്. ഏറ്റവും അടുപ്പമുള്ള ഒരാളെ പോലെ, നാട്ടിലോ കുടുംബത്തിലോ സുഹൃത്തുക്കളിലോ ഒക്കെ ഉള്ള ഒരാൾ ആണെന്ന് തോന്നിപ്പിക്കുന്ന ഒരാൾ. 40 കൊല്ലത്തിനു മുകളിൽ കെട്ടിയാടിയ കഥാപാത്രങ്ങളിലൂടെ മാത്രമാണ് അദ്ദേഹം നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയത് എന്ന് വിശ്വസിക്കുന്നില്ല. കാരണം മമ്മൂട്ടി എന്ന നടനും മുകളിലാണ് മമ്മൂട്ടി എന്ന മനുഷ്യൻ. സിനിമ എന്ന മായിക ലോകത്തിൽ രാജാവായി വാണ അദ്ദേഹം കാത്തുസൂക്ഷിച്ചൊരു ലെഗസിയുണ്ട്. അവരവരുടെ ഇഷ്ടത്തിനും ദേഹേച്ഛയ്ക്കും അനുസരിച്ച് തോന്നിയ പോലെ ജീവിച്ച മറ്റു നടന്മാരിൽ നിന്നും അദ്ദേഹത്തെ വേറിട്ട് നിർത്തിയതും ആ ക്വാളിറ്റിയാണ്. മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞ പോലെ, നിറകുടം തുളുമ്പാതെ 4 പതിറ്റാണ്ടുകൊണ്ട് കെട്ടിപ്പടുത്ത ആ സിംഹാസനത്തിൽ മലയാള സിനിമയുടെ രാജാവായി, വില്ലേട്ടനായി മമ്മൂക്ക എന്നും നിങ്ങൾ ഉണ്ടാകണമേ എന്ന് അറിയാതെ ആശിച്ചു പോകുന്നു. 2-3 മണിക്കൂർ സിനിമ കണ്ടു കഴിഞ്ഞാൽ തീരുന്നതല്ല നിങ്ങളുമായുള്ള ബന്ധം. കണ്ടന്റ് റീച്ചിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന കോക്കിനെ പോലുള്ള പിതൃശൂന്യർ എങ്ങനെയൊക്കെ ഓരിയിട്ടാലും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ടാകും, കട്ടയ്ക്കുണ്ടാകും അവസാനം വരെ. ലവ് യു മമ്മൂക്ക. കുലപതിയാണ്. മമ്മൂട്ടി സിന്ദാബാദ്. 80s തന്നെ ഏറ്റവും സ്റ്റൈലിഷ് സൂപ്പർ സ്റ്റാർ മമ്മൂക്കയാണ്. അതിനിന്നും ഒരു മാറ്റവും ഇല്ല. സ്നേഹിക്കാനാണ് പേരില്ല എന്നുള്ളത് തന്നെ നമ്മുടെ പ്രശ്നം. ഞാൻ ഇങ്ങനെ ഒരുപാട് പെമ്പിളരെ കണ്ടിട്ടുണ്ടല്ലോ. നരസിംഹം നാടിയാരുടെ ഭാര്യയായിരിക്കാൻ നിനക്ക് സമ്മതം. എന്തെങ്കിലും ഒരിക്കൽ ഇഷ്ടമാണെന്നൊരു വാക്ക് പച്ചക്കൻ ദേവതയെ കൊടുക്കണേ. നിനക്ക് അങ്ങനെ അല്ലെങ്കിലും നമുക്കിവനെ അങ്ങ് തിരികെ കൊണ്ടുപോയാൽ ഞാൻ വളർത്തിക്കോളാം. അവരുടെ തനിയാവർത്തനത്തിന്റെ പോണ വഴി ഇറങ്ങട്ടെ. നീ മാത്രം പറയരുത്, ഒരിക്കലും പറയരുത്. അവരെന്റെ സ്വന്തമാണ്. ക്രൂരതകളെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? പകരത്തിന് പകരം മാത്രം ചെയ്ത് പക തീർക്കാൻ മന്നാടിയാർ നിന്നെ പോലെ 4 ക്രിമിനൽ അല്ല. ഒരെല്ല് കൂടുതലാണ് എനിക്ക്. പുണ്യറിയാത്ത ഭാഷ ഉണ്ടോ? കാത്തിരിപിടിക്കുന്ന കൈ ഞാൻ ചവിട്ടി പൊട്ടിച്ചാണ്. കഴിവുണ്ടാക്കിയത് എന്റെ വേറെ. ദ റേഞ്ച് ഏതുതരം കഥാപാത്രത്തിലേക്കും സ്വന്തം പെർസോണയെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള കഴിവ്. ஆக்டிங்னா என்னங்கிறது என்னுடைய தீரியை அப்படி அசைச்சு பார்த்து நடிக்கிறேன். இது யாருமே நடிக்க முடியாது, இவர் மட்டும் தான் நடிக்க முடியுன்ற மாதிரி இருந்தது. ഒരു വടക്കൻ വീരഗാഥ എന്നുള്ള സിനിമ എന്നെ വിളിച്ചാൽ ഞാൻ ഒരിക്കലും അഭിനയിക്കില്ല.